മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 7ാമത്തെ സെഷനാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് റിപ്ലിക്കേഷൻ, അതിന്റെ മെഷീനറിയും എൻസൈമും ഒക്കെയാണ് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ റിപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നത് കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ടായി, എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അത്രയും പഠിക്കണം കേട്ടോ. ഇനി ലിവിങ് ഓർഗാനിസത്തിലെ അല്ലെങ്കിൽ എസ്ക്രീഷ്യ കൊളൈ പോലത്തെ ഓർഗാനിസത്തിലാണ് നമ്മൾ റിപ്ലിക്കേഷൻ എപ്പോഴും സ്റ്റഡി ചെയ്യാൻ നല്ലത്. കാരണം ലോവർ ഓർഗാനിസത്തിൽ റിപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. അതേപോലെ തന്നെ ആ റിപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലെ റിപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നമ്മൾ NCERT ലെവലിൽ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോക്യാരിയോട്സിന്റെ റിപ്ലിക്കേഷൻ പ്രോസസ്സാണ് പഠിക്കേണ്ടത് കേട്ടോ. ഈ റിപ്ലിക്കേഷൻ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന ചില എൻസൈംസ് ഉണ്ട്. അതിനെ കാറ്റലൈസ് ചെയ്യുന്ന മേജർ എൻസൈം എന്ന് പറയുന്ന DNA പോളിമറൈസ് എൻസൈം ആണ്. റിപ്ലിക്കേഷൻ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന മേജർ എൻസൈം എന്ന് പറയുന്നത് DNA പോളിമറൈസ് ആണ്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ DNA പോളിമറൈസ് എൻസൈം ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ കാറ്റലൈസിംഗ് ദ പോളിമറൈസേഷൻ ഓഫ് DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ് മേജർ എൻസൈം റിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. ഈ DNA പോളിമറൈസ് എൻസൈം ഒരു DNA ടെംപ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡിനെ പോളിമറൈസ് ചെയ്ത് വിടും. അതായത് ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു DNA സ്ട്രാൻഡ് ഉണ്ട്. ആ DNA സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട്, അപ്പൊ ഞാൻ ആ DNA സ്ട്രാൻഡ് വരച്ചു തരാം. ഇതൊരു DNA സ്ട്രാൻഡ് ആണ് കേട്ടോ. ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചേക്കുന്നത്. ഇതിനകത്ത് എന്തുണ്ട്? ബേസസ് ഉണ്ട്. ഈ ബേസസിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ കോംപ്ലിമെന്ററി ബേസസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. കോംപ്ലിമെന്ററി ബേസസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനത് യെല്ലോ കളറിൽ കാണിക്കുന്നുണ്ട്. കോംപ്ലിമെന്ററി ബേസ് അതായത് നോക്കി, എവിടെ ഒരു യെല്ലോ കളർ കാണിച്ചാൽ തെളിയല്ല അല്ലേ? ഓക്കെ, ഈ കളർ ഇരിക്കട്ടെ. സോ ഹിയർ ഇവിടെ ഒരു കോംപ്ലിമെന്ററി ബേസ്, ഇവിടെ ഒരു കോംപ്ലിമെന്ററി ബേസ് ആഡ് ചെയ്തു, ഇവിടെ ഒരു കോംപ്ലിമെന്ററി ബേസ് ആഡ് ചെയ്തു, ഇവിടെ ഒരു അങ്ങനെ ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഓരോ ബേസസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ന്യൂക്ലിയോടൈഡിനെ പോളിമറൈസേഷൻ ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറൈസ് എൻസൈം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഉണ്ടിട്ട് അതിന്റെ കോംപ്ലിമെന്ററി ബേസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് അതൊരു വേറൊരു കളറിൽ റൗണ്ട് ആയിട്ട് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഓരോന്നും ഓരോ ന്യൂക്ലിയോടൈഡാണ്. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡിനെ പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോളിമറൈസ് എൻസൈമാണ് കേട്ടോ. ഈ പോളിമറൈസ് എൻസൈം ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലേക്ക് കോംപ്ലിമെന്ററി ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള എൻസൈമാണ്. ഈ പോളിമറൈസേഷൻ റിയാക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന, വളരെ ഷോർട്ട് ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് അതിനൊരു എക്സാമ്പിൾ ആണ് 4.6 × 10⁶ ബേസ് പെയർസ്, 4.6 × 10⁶ ബേസ് പെയർസ് ആണ് ഒരു എസ്ക്രീഷ്യ കൊളയുടെ DNAയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ആ എസ്ക്രീഷ്യ കൊളൈ 18 മിനിറ്റിനുള്ളിൽ റിപ്ലിക്കേഷൻ നടക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 ബേസ് പെയർ ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്നു എന്നാണ്. ഏകദേശം 2000 ബേസസ് അല്ലെങ്കിൽ 2000 ന്യൂക്ലിയോടൈഡിന് അത് അവിടെ പോളിമറൈസ് ചെയ്ത് വിടും DNA പോളിമറൈസ് എൻസൈം. അപ്പോൾ നോക്കിയാൽ 6.6 × 10⁹ ബേസ് പെയർസിന്റെ DNA റിപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ചുള്ള ടൈം എടുക്കും. പക്ഷേ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്, ഇതിന്റെ പോളിമറൈസേഷൻ നടക്കുന്നത്. ഈ പോളിമറൈസേഷൻ ഇത്ര ഫാസ്റ്റ് ആയാൽ മാത്രം പോരാ, അത് ആക്യുറേറ്റും കൂടി ആയിരിക്കണം. ആക്യുറേറ്റ് ആയില്ലെങ്കിൽ എന്താണ്, ഇപ്പം ഇവിടെ അഡിനിനാണ് ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, ഇവിടെ അഡിനിനാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ തൈമിൻ തന്നെ വരണം, ഇവിടെ ഗ്വാനിനാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ സൈറ്റോസിൻ തന്നെ വരണം. അതിന് പകരം ഈ അഡിനിൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന സൈറ്റോസിൻ ആഡ് ചെയ്താലോ അതൊരു മ്യൂട്ടേഷന് കാരണമാവും. കാരണം എന്താ, ഈ DNA വീണ്ടും റിപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് ഈ അഡിനിൻ തെറ്റാതെ തൈമിൻ തന്നെ ആഡ് ചെയ്യായിരിക്കും. പക്ഷേ ഇവിടെ സൈറ്റോസിൻ ആയിപ്പോയില്ലേ, അപ്പോൾ AT ബേസ് പെയറിന് പകരം അവിടെ GC ബേസ് പെയർ വരും അടുത്ത DNA. അതൊരു മ്യൂട്ടേഷൻ ആയില്ലേ, ഒരു പോയിന്റ് മ്യൂട്ടേഷന് കാരണമാവില്ലേ. അപ്പോൾ ആ DNA റിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് അതത്ര ഫാസ്റ്റ് ആയിട്ട് നടന്നാൽ മാത്രം പോരാ, അതത്ര ആക്യുറേറ്റ് ആയിട്ടും നടക്കണം. അതുകൊണ്ട് DNA റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് അത് മ്യൂട്ടേഷന് കാരണമാവും. ആ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ചില എൻസൈംസ് ഉണ്ട്. അത് DNA പോളിമറൈസ് എൻസൈം എന്ന് തന്നെയാണ് പറയുന്നത്. DNA പോളിമറൈസ് എൻസൈം പലതരത്തിലുണ്ട്. DNA പോളിമറൈസ് എൻസൈം ഒരെണ്ണം മേജർ എൻസൈം DNA പോളിമറൈസേഷന് വേണ്ടിയിട്ടും ബാക്കിയുള്ള DNA പോളിമറൈസ് എൻസൈം അതിന്റെ റിപ്പയറി വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കറക്ഷൻ വർക്ക്. ആ 2000 ബേസസ് ഒരു സെക്കൻഡിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ചിലത് തെറ്റിപ്പോണ സമയത്ത് അതിനെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വേറെ DNA പോളിമറൈസ് എൻസൈം കേട്ടോ. ഈ DNA പോളിമറൈസ് എൻസൈമിനെയൊക്കെ നെയിം ചെയ്തേക്കുന്ന DNA പോളിമറൈസ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നെയിം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് DNA
പോളിമറൈസ് 1, 2, 3 ചില എൻസൈംസ് DNA പോളിമറൈസ് 3 ആണ് അതിന്റെ മേജർ എൻസൈം, അതായത് DNA സിന്തസിസിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നത്. DNA പോളിമറൈസ് 1ഉം 2ഉം വന്നിട്ട് റിപ്പയറി എൻസൈം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. DNA പോളിമറൈസ് 1, 2, 3 DNA പോളിമറൈസ് 1 and 2 റിപ്പയറി എൻസൈം ആണെങ്കിൽ DNA പോളിമറൈസ് 3 ആണ് ഈ പറയുന്ന സിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓർത്തിരുന്നോളം, പറ്റുന്നുള്ളവർ ഓർത്തിരുന്നാൽ നല്ലതാണ് കേട്ടോ. ഇനി ഈ DNA പോളിമറൈസ് റിപ്പയറി മെക്കാനിസം ചെയ്യുന്നു. റിപ്പയറി മെക്കാനിസവും കൂടെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് വേറൊരു ന്യൂക്ലിയോടൈഡിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം നല്ല ആക്യുറസിയിൽ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് DNA പോളിമറൈസ് പോളിമറൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ റിപ്ലിക്കേഷൻ റിയാക്ഷൻ നടത്തിക്കോളും. ഇനി ഇതൊരു പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. പോളിമറൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരെണ്ണം അടുത്തതായിട്ട് ജോയിൻ ചെയ്യും, അടുത്തതായിട്ട് ജോയിൻ ചെയ്യും, അടുത്തതായിട്ട് ജോയിൻ ചെയ്യും. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്ന ഈ ഓരോ ന്യൂക്ലിയോടൈഡും അത് ജോയിൻ ചെയ്ത് അനാബോളിക് പാത്വേ, അനാബോളിക് പാത്വേയിലെ ജോയിനിങ് പ്രോസസ് എന്ന് പറയുന്നത് ബിൽഡപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബിൽഡപ്പ് പ്രോസസ്സിന് എന്ത് വേണമെന്നാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്? ATP എനർജി ഈസ് റിക്വയർഡ് അല്ലേ? അപ്പൊ എനർജറ്റിക്കലിയും റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരുപാട് എനർജി വേണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡൊക്കെ ഏത് ഫോമിലുള്ളതായിരിക്കുന്നറിയോ? ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതായത് DNTPs ആണ് യൂസ് ചെയ്യുന്നത്. ഈ DNTP എന്ന് പറയുന്നത് ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഡിയോക്സി ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഡിയോക്സി തൈമിഡിൻ ട്രൈഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ ഡിയോക്സി സൈറ്റിഡിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ മോളിക്യൂൾസ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ എക്സാക്ട് സ്ട്രക്ചർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, അഡിനോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡിന്റെ കൂടെ 3 ഫോസ്ഫേറ്റ് ആഡ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഡിയോക്സി അഡിനോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡിന്റെ കൂടെ 3 ഫോസ്ഫേറ്റ് ആഡ് ചെയ്തതാണ് ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിയോക്സി ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഡിയോക്സി ഗ്വാനോസിന്റെ കൂടെ 3 ഫോസ്ഫേറ്റ് ആഡ് ചെയ്തത്. അതേപോലെ ഡിയോക്സി തൈമിഡിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ തൈമിന്റെ കൂടെ 3 ഫോസ്ഫേറ്റ് ആഡ് ചെയ്തതാണ് ഡിയോക്സി തൈമിഡിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിയോക്സി സൈറ്റിഡിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് സൈറ്റോസിന്റെ കൂടെ 3 ഫോസ്ഫേറ്റ് ആഡ് ചെയ്തതാണ് ഡിയോക്സി സൈറ്റോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഇത് ATP, GTP, TTP, CTP ഇങ്ങനെയല്ലേ വരിക? ശരിക്കും ATP ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന എങ്ങനെയാ? ഈ അഡിനോസിൻ എന്ന് പറയുന്ന മോളിക്യൂളിലേക്ക് 3 ഫോസ്ഫേറ്റ് എക്സസ് എനർജി ഉണ്ടായപ്പോൾ ആഡ് ചെയ്ത് അനാബോളിക് പ്രോസസ്സ് വഴി ആഡ് ചെയ്ത് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഇതിനകത്തുനിന്ന് ഈ ഫോസ്ഫേറ്റ് മുറിഞ്ഞു പോകുമ്പോൾ കുറച്ച് എനർജി ലിബറേറ്റ് ചെയ്യും, ഈ ഫോസ്ഫേറ്റ് മുറിഞ്ഞു പോകുമ്പോഴും കുറച്ച് എനർജി ലിബറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ എനർജി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്താം. ഇനി ഞാനിവിടെ അഡീഷണൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അഡിനോസിൻ റൈബോ ന്യൂക്ലിയോസൈഡ് ആണ്. ഈ അഡിനോസിൻ റൈബോ ന്യൂക്ലിയോസൈഡാണ്. ഇതാണെങ്കിലോ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ആണ്. ഇത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഡിയോക്സി ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഡിയോക്സി തൈമിഡിൻ ട്രൈഫോസ്ഫേറ്റ്, ഡിയോക്സി സൈറ്റിഡിൻ ട്രൈഫോസ്ഫേറ്റ്. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഫോസ്ഫേറ്റ് പോരെ? നമുക്ക് 3 ഫോസ്ഫേറ്റ് ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ. നമ്മൾ അതിൻ്റെ ആ DNA സ്ട്രക്ചർ വരച്ചപ്പോൾ ന്യൂക്ലിയോടൈഡ് ഇതാ ഇങ്ങനെ വരച്ചു വെച്ചേ. ഇതിനകത്ത് ഒരു ഫോസ്ഫേറ്റ് ഉള്ളൂ, ഇതിനകത്ത് ഒരു ബേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ലേ നമ്മൾ വരച്ചത്? അപ്പോൾ ഈ ഒരു ഫോസ്ഫേറ്റ് മതിയല്ലോ. അപ്പോൾ നമുക്കിതാ ഇത്രയും ഭാഗം പൊട്ടിപ്പോവാനുള്ളതാണ്. ഇത്രയും ഭാഗം റിമൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? എനർജി ഉണ്ടാവും. ആ എനർജി എന്തിന് യൂസ് ചെയ്യാം? ഇതിൻ്റെ പോളിമറൈസേഷന് യൂസ് ചെയ്യാം. അതായത് the nucleotide which is taking part in the polymerization, it acts as both substrate and energy rich compound. അതായത് ഈ അഡിനോസിൻ, ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഡിയോക്സി ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഡിയോക്സി തൈമിഡിൻ ട്രൈഫോസ്ഫേറ്റ്, ഡിയോക്സി സൈറ്റിഡിൻ ട്രൈഫോസ്ഫേറ്റ്, ഇതാണ് അവിടുത്തെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഈ സബ്സ്ട്രേറ്റ് തന്നെയാണ് അതിന് പോളിമറൈസേഷന് വേണ്ടിയിട്ടുള്ള എനർജിയും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ ഞാൻ ആ ഒരു പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇൻ ലിവിംഗ് സെൽ സച്ച് ആസ് എസ്ക്രീഷ്യ കൊളൈ ദ പ്രോസസ് ഓഫ് റിപ്ലിക്കേഷൻ റിക്വയർസ് എ സെറ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓർ എൻസൈം. ദ മെയിൻ എൻസൈം ഈസ് റെഫർഡ് ടു ആസ് DNA dependent DNA polymerase since it uses a DNA template to catalyze the polymerization of deoxyribonucleotides. അത് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് DNA ടെംപ്ലേറ്റിലാണ് കാറ്റലൈസിസ് നടന്നിട്ട് DNA ടെംപ്ലേറ്റിലാണ് പോളിമറൈസേഷൻ ചെയ്യുന്നത്. ഈ DNA ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് DNA പോളിമറൈസ് പുതിയ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് ഒരു പുതിയ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. അതാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് പറയുന്നത്. ദീസ് എൻസൈംസ് ആർ ഹൈലി എഫിഷ്യൻറ്റ് എൻസൈം ആസ് ദേ ഹാവ് ടു കാറ്റലൈസ് പോളിമറൈസേഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ എ വെരി ഷോർട്ട് ടൈം. എസ്ക്രീഷ്യ കൊളൈ that has only 4.6 into 10 raised to 6 base pairs. Compare it with human whose diploid content is 6.6 into 10 raised to 9 base pair. Complete the process of replication within 18 minutes. അതായത് Escherichia coli will complete the replication process in 18 minutes and it has to replicate 4.6 into 10 raised to 6 base pairs. That means the average rate of polymerization has to be approximately 2000 base pair per second. ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഏകദേശം 2000 ബേസ് പെയേഴ്സ് ഓരോ 18 മിനിറ്റിലും ഓരോ സെക്കൻഡിലും ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 18 മിനിറ്റിൽ ഇത് കംപ്ലീറ്റ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് കിട്ടിയ ഒരു നോളജാണ് 2000 ബേസ് പെയേഴ്സ് ഒരു സെക്കൻഡിൽ ഫോം ചെയ്യാനുള്ള എഫിഷ്യൻസി DNA പോളിമറൈസ് എൻസൈമിനുണ്ട്. നോട്ട് ഓൺലി ഡു ദീസ് പോളിമറൈസ് ഹാവ് ടു ബി ഫാസ്റ്റ് ബട്ട് ദേ ഓൾസോ ഹാവ് ടു കാറ്റലൈസ് ദ റിയാക്ഷൻ വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. അവർക്ക് ഫാസ്റ്റായിട്ട് മാത്രം ചെയ്താൽ പോരാ, ഹൈ ആക്യുറസിയോട് കൂടി വേണം ഈ പറയുന്ന DNA സിന്തസിസ് ചെയ്യാൻ. എനി മിസ്റ്റേക്ക് ഡ്യൂറിംഗ് റിപ്ലിക്കേഷൻ വുഡ് റിസൾട്ട് ഇൻ ടു മ്യൂട്ടേഷൻ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് മ്യൂട്ടേഷന് കാരണമാവും. സി ഹിയർ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈം ഉണ്ട്. അതാണ് DNA പോളിമറൈസ് 1ഉം 2ഉം. ഇവിടെ ഈ പറഞ്ഞേക്കുന്ന DNA പോളിമറൈസ് 3 ആണ് കേട്ടോ. Any mistake during replication would result into mutation. Furthermore, energetically replication is a very expensive process. എന്ന് പറഞ്ഞാൽ അതൊരു ബിൽഡപ്പ് പ്രോസസ്സാണ്, ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ എനർജറ്റിക്കലി അത് ഹൈ എക്സ്പെൻസീവ് പ്രോസസ്സാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് സെർവ് ഡ്യുവൽ പർപ്പസ്. ആ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് 2 പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻ അഡീഷൻ ടു ആക്ടിങ് ആസ് എ സബ്സ്ട്രേറ്റ്, അതൊരു സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൂടാതെ ദേ പ്രൊവൈഡ് എനർജി ഫോർ പോളിമറൈസേഷൻ റിയാക്ഷൻ. അത് പോളിമറൈസേഷൻ റിയാക്ഷനുള്ള എനർജി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ ദ 2 ടെർമിനൽ ഫോസ്ഫേറ്റ് ഇൻ എ ഡിയോക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആർ ഹൈ എനർജി ഫോസ്ഫേറ്റ്, സെയിം ആസ് ഇൻ കേസ് ഓഫ് ATP. അതായത് ഈ ഡിയോക്സി റൈബോന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ കാണുന്ന 2 ഫോസ്ഫേറ്റ് അത് എനർജി റിച്ച് കോമ്പൗണ്ടാണ്, ഹൈ എനർജി ഫോസ്ഫേറ്റ് ആണത്. ATP മോളിക്യൂളിലെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൽ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വളരെ എനർജി കൂടിയതാണെന്ന് പറയുന്ന പോലെ തന്നെ ഇതും എനർജി റിച്ച് ഫോസ്ഫേറ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തും ഉണ്ടാവും, എനർജിയും ഉണ്ടാവും കേട്ടോ. ഈ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം അതിൻ്റെ കാറ്റലിസ്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അത് പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യുന്ന 5' 3' ഡയറക്ഷനിൽ മാത്രമാണ്. പോളിമറൈസേഷൻ ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ 5' 3' ഡയറക്ഷൻ. 5' 3' ഡയറക്ഷനിലേ പോളിമറൈസേഷൻ ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനൊരു 3' 5' സ്ട്രാൻഡ് വേണം, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അതിൻ്റെ പോളിമറൈസേഷന് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. അത് ഞാൻ ഡയഗ്രാം വെച്ച് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് പേജിലാണ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിന് ഒരു 3' 5' സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് വേണം അതിൻ്റെ പോളിമറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞല്ലോ. അതേപോലെ കുറേ അഡീഷണൽ എൻസൈംസും വേണം കേട്ടോ. ഈ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അഡീഷണൽ എൻസൈംസും വേണം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 by 1 ആണെന്ന് നോക്കാം. 1 by 1 ഓരോന്നോരോന്ന് നമുക്കത് നോക്കാം. അതായത് ലോങ് DNA മോളിക്യൂള് അത് 2 സ്ട്രാൻഡായിട്ട് സെപ്പറേറ്റ് ചെയ്യണം ആദ്യം തന്നെ. അതിൻ്റെ എൻ്റെ ലെങ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടല്ല DNA റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടതാ, ഇത്രയും ഭാഗം അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. ഇത്രയും ഭാഗം അങ്ങ് സെപ്പറേറ്റ് ചെയ്തിട്ട് DNA റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ DNA വരയ്ക്കുന്നതിൻ്റെ ആ ഒരു കണ്ടോ, ഇതൊരു റിപ്ലിക്കേഷൻ ഫോർക്ക്. ഇതാ ഇവിടെ നിന്ന് അത് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. കണ്ടോ, ആ ഒരു റിപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഇത്രയും ഭാഗം എടുത്ത് വരച്ചേക്കുന്നതാന്നിരിക്കട്ടെ. ഇത്
ഇത് നേരെ തലകീഴായി ഇങ്ങനെ വരച്ചേക്കുന്ന കുറച്ച് അതായത് എന്താ പറയാ, ഇത് ഓപ്പൺ ആക്കി വരച്ചപ്പോൾ അതാ ഇങ്ങനെ ഒരു സ്ട്രാൻഡ് കിട്ടി. പിന്നെ അതേപോലെ ഇതിങ്ങനെ വിടർന്നിരിക്കുന്നത്, അതായത് ഈ ഭാഗം വിടർന്നിരിക്കുന്ന ഈ ഭാഗമാണ് ദയ്യെ കാണിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഇങ്ങനെ ഹെലിക്കലായിട്ട് കാണിക്കാതെ നേരെയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യണം. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് ഹെലിക്കേസ് എൻസൈം. അപ്പോൾ അൺവൈൻഡിങ് ഓഫ് ദ DNA will be done with the help of helicase enzyme. Unwinding of DNA, it is done with the help of helicase. കുറേ അഡീഷണൽ എൻസൈം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഹെലിക്കേസ് എൻസൈം ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ. എന്നാലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എൻറ്റയർ ലെങ്ത് അറ്റ് എ ടൈം അല്ല ഓപ്പൺ ആകുന്നത്, വളരെ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ട് അതൊരു റിപ്ലിക്കേഷൻ ഫോർക്കായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. ആ എൻറ്റയർ ലെങ്ത് സെപ്പറേറ്റ് ആകുന്നില്ല, ഒരു കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ട് അത് റിപ്ലിക്കേഷൻ ഫോർക്കായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ റിപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത് ഇരിക്കട്ടെ. ഇതിൻ്റെ കേസിലാണ് ഈ കാണുന്നത് റിപ്ലിക്കേഷൻ ഫോർക്ക്. ഇനി ഞാൻ ഈ ഡയഗ്രാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഇത്രയും ഭാഗമാണ് റിപ്ലിക്കേഷൻ ഫോർക്ക്, അത് തുറന്നിരിക്കുന്ന ആ ഭാഗം. ഇവിടെ DNA ഡിപെൻഡന്റ് DNA പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യും. ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ അത് പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യുള്ളൂ. അത് 5' 3' ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 3' 5' ഡയറക്ഷനിലുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡ് വേണം പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടില്ലേ, നമ്മളെപ്പോഴും പഠിക്കുന്ന കാര്യമല്ലേ, ഈ DNA ആന്റി പാരലാലിറ്റി കാണിക്കുന്നതാണ്, അതിൻ്റെ പൊളാരിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ 5' 3' ഡയറക്ഷനിൽ ഒരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ അതിന് ടെംപ്ലേറ്റ് ആയിട്ട് 3' 5' സ്ട്രാൻഡ് തന്നെ വേണം. അതായത് ഈ 5' എൻഡ് എവിടെ വരണം? ഇതിന്റെ 3' എൻഡിലേ വരാൻ പാടുള്ളൂ. എന്നാൽ മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബേസ് പെയറിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ DNA പോളിമറൈസ് എപ്പോഴും 5' 3' ഡയറക്ഷനിൽ മാത്രമേ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ 3' 5' സ്ട്രാൻഡിലാണ് അത് DNA റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഈ DNA പോളിമറൈസ് 5' 3' ഡയറക്ഷനിൽ സിന്തസൈസ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് DNA റിപ്ലിക്കേഷനിലെ കോംപ്ലിക്കേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ ഈ 2 സ്ട്രാൻഡും സിന്തസൈസ് ചെയ്യണമല്ലോ, അല്ലാണ്ട് ഒറ്റ സ്ട്രാൻഡ് മാത്രം സിന്തസൈസ് ചെയ്ത ഈ പാരന്റൽ സ്ട്രാൻഡ് എന്ത് ചെയ്യുക? അത് സിംഗിൾ ആയിട്ട് നിൽക്കണ്ടേ? അത് പറ്റില്ല, 2 സ്ട്രാൻഡും സിന്തസൈസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ സ്ട്രാൻഡ് ഒരു DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ അത് ചെറിയ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ട് വേണം സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വേണം സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുമ്പോഴും അത് ഒരു പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്ന 5' 3' ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ അതിന് 5' 3' ഡയറക്ഷനിൽ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്നറിയോ? ഈ റിപ്ലിക്കേഷൻ ഫോർക്ക് ഓപ്പൺ ആയി വരുമ്പോൾ യു ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് എ 3' 5' സ്ട്രാൻഡ്. ഇതൊരു 3' 5, ഇവിടെ നിന്ന് നോക്കിയാൽ ഇതൊരു 5' 3' സ്ട്രാൻഡ് ആണെന്നിരിക്കട്ടെ. അതായത് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇതതിൻ്റെ 5' എൻഡും ഇതതിൻ്റെ 3' എൻഡും ആണെന്നിരിക്കട്ടെ. ഇവിടുന്ന് ഇങ്ങോട്ട് റിപ്ലിക്കേഷൻ നടക്കില്ല. കാരണം 5' 3' എൻഡിലേക്ക് റിപ്ലിക്കേഷൻ നടക്കുള്ളൂ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടായി റിപ്ലിക്കേഷൻ നടക്കുള്ളൂ അല്ലേ? ഈ 3' എൻഡിൽ നിന്നാണ് നടക്കുള്ളൂ. പക്ഷേ ഈ 3' എൻഡാണെങ്കിലോ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഓപ്പൺ ആയി അവിടെ വരെ ഇത്രയും വരെ തുറന്നിരിക്കട്ടെ. ഇത്രയും വരെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് സ്ട്രാൻഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ 3' എൻഡ് എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പോൾ ഈ 3' എൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഈ 3' എൻഡിൽ നിന്ന് 5' 3' ഡയറക്ഷൻ ഒരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാം. പിന്നെ അത് ഓപ്പൺ ആയി ഇത് ഇവിടം വരെ എത്തിയിരിക്കട്ടെ. ഇത് അതിന്റെ 3' എൻഡ് അല്ലേ? ഈ 3' എൻഡിൽ നിന്ന് 5' 3' ഡയറക്ഷനിൽ DNA പോളിമറൈസിന് ഒരു പുതിയ DNA സിന്തസൈസ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അങ്ങനെ സിന്തസൈസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നതും ഈ ഒരു സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. അതായത് DNA പോളിമറൈസ് എൻസൈം 5' 3' ഡയറക്ഷനിൽ മാത്രമേ ഒരു പുതിയ DNA സിന്തസൈസ് ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിന് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഫ്രീ ആയിട്ട് 3' എൻഡ് കിട്ടണം. എന്നാൽ മാത്രമാണ് അത് 5' 3' ഡയറക്ഷനിൽ ഒരു പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുള്ളൂ. അപ്പോൾ 3' 5' സ്ട്രാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് DNA സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രാൻഡാണ്. പക്ഷേ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് 5' 3' സ്ട്രാൻഡിൽ 5' 3' ഡയറക്ഷനിൽ സിന്തസൈസ് ചെയ്യുക ഈസി അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ഭാഗം തുറന്നു വരുമ്പോൾ ഇത്രയും ഭാഗം തുറന്നപ്പോൾ എന്തായി? ഈ DNA പോളിമറൈസ് ഓടിച്ചെന്നത് അവിടെ ഇരുന്നിട്ട് ഇത്രയും നീളത്തിലൊരു DNA ഉണ്ടാക്കി. അപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോൾ ടെംപ്ലേറ്റ് തീർന്നു പോയി. അപ്പോൾ നേരെ പുറകിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആയി. ഇത് അവിടം വരെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്
ഇതാണ് ഇതിന്റെ 3' എൻഡ്. ആ 3' എൻഡ് ചെയ്യുന്ന 5' 3' ഡയറക്ഷനിലെ പുതിയൊരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇതുമ്മ മുട്ടി. അപ്പൊ എന്തായി, നേരെ അത് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പൊ കുറച്ചും കൂടെ തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു 5' 3' ഡയറക്ഷനിൽ ഒരു പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു. ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാൻഡ് അത് കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ല, അത് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. ഈ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നതിന് ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഈ സ്ട്രാൻഡിനെ നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ് എന്ന് പറയും. ലാഗിങ് സ്ട്രാൻഡ് ഓർ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറയാം, ഓർ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ് എന്ന് പറയാനുള്ള കാരണം ഒക്കാസാക്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് അത് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് നമുക്ക് ലീഡിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്നൊക്കെ പറയാം. മറ്റേ ഈ സ്ട്രാൻഡിന് നമ്മൾ പറയുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ്. കേട്ടോ. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു എൻസൈമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്നറിയോ, ഈ DNA പോളിമറൈസ് വേറെ ചില എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാ ഈ പറയുന്ന പോളിമറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ എൻസൈം പ്രൈമേസ് എൻസൈമാണ്. ശ്രദ്ധിച്ചിരിക്കണം, പ്രൈമേസ് എൻസൈമാണ്. ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ പ്രൈമേസ് എന്താണെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രൈമേസ് എൻസൈം എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യുന്നതെന്നറിയോ, എ ഷോർട്ട് സെഗ്മെന്റ് ഓഫ് RNA സിന്തസൈസ് ചെയ്യുന്നതാണ്. എ ഷോർട്ട് സെഗ്മെന്റ് ഓഫ് RNA സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാണ് പ്രൈമേസ്. RNA സിന്തസൈസ് ബൈ പ്രൈമേസ്. ആ ഷോർട്ട് സെഗ്മെന്റ് ഓഫ് RNA നമ്മൾ പ്രൈമർ എന്ന് വിളിക്കും. ഈ പ്രൈമറിനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കഴിവാണ് DNA പോളിമറേസിനുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇത്രയും ഭാഗം ഇതിന്റെ പ്രൈമറാ. ഈ പ്രൈമറിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, DNA പോളിമറേസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗം നോക്കിക്കേ, ഈ ഭാഗം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിന്റെ പ്രൈമറാ. ഇത്രയും ഭാഗം അതിന്റെ പ്രൈമറാ, ഇത്രയും ഭാഗം അതിന്റെ പ്രൈമറാ, ഇത്രയും ഭാഗം അതിന്റെ പ്രൈമറാ. അപ്പൊ ഈ പ്രൈമേസ് എൻസൈം പ്രൈമറിനെ 3' 5' 3' ഡയറക്ഷനിൽ 3' എൻഡിൽ നിന്ന് സിന്തസൈസ് ചെയ്ത് തുടങ്ങും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാലേ ഈ പ്രൈമേസ് ആണ് ഒരു 3' എൻഡ് തുറന്നിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇവിടെ പോയി ഒരു ചെറിയ റൈബോന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയ RNA സിന്തസൈസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു പ്രൈമറിനെ സിന്തസൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഒരു ചെറിയ പ്രൈമറിനെ സിന്തസൈസ് ചെയ്യുന്നത്. ആ പ്രൈമറിനെ സിന്തസൈസ് ചെയ്യുന്ന കാണുന്നതേ അതിന്റെ 3' ഹൈഡ്രോക്സിൽ എൻഡ് ഫ്രീ ആവുമ്പോഴേ എന്ത് ചെയ്യും, DNA പോളിമറൈസ് ഓടി വന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്തോളും. അപ്പോൾ പ്രൈമേസിന്റെ പണി പോയി അല്ലേ. അപ്പോൾ പ്രൈമേസ് എന്ത് ചെയ്യും, നേരെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും. ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രൈമേസിന് പിന്നെ കാണാൻ കഴിയുന്ന കുറച്ചും കൂടി തുറന്നിട്ടുണ്ട്, ശരി, അവിടുത്തെ 3' എൻഡ് ഫ്രീ ആയി. അപ്പോൾ ആ പ്രൈമേസ് എന്ത് ചെയ്യും, പിന്നെയും ഒരു ചെറിയ സ്ട്രാൻഡ് പ്രൈമർ ഉണ്ടാക്കും. അപ്പോഴത്തേക്കും ഈ DNA പോളിമറൈസ് ഇവിടുത്തെ പണി കഴിഞ്ഞ് ബാക്കിലേക്ക് നോക്കുമ്പോഴായിരിക്കും ഇവിടെ ഒരു പ്രൈമർ ഇരിക്കുന്നുണ്ട്, എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഓടിപ്പോയി അത് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തതായി ഈ പ്രൈമറിനോട് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ DNA പോളിമറൈസും ഫ്രീ ആയി. അപ്പോഴത്തേക്കും ഈ പ്രൈമേസ് അവിടെ നിന്ന് വിട്ടുപോയി. അപ്പോൾ DNA പോളിമറൈസ് ഇവിടെ അറ്റാച്ച് ചെയ്തല്ലോ, പ്രൈമേസ് നേരെ ബാക്കിലേക്ക് നോക്കിയപ്പോൾ പിന്നെ കുറച്ചും കൂടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 3' എൻഡ് കിട്ടി. 3' എൻഡിൽ നിന്ന് അത് വീണ്ടും ഒരു പ്രൈമറിനെ ഉണ്ടാക്കി DNA പോളിമറൈസ് വന്ന് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ പ്രൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട് എന്നർത്ഥം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ എന്താണ്, DNA പോളിമറേസ് മേജർ എൻസൈമാണ്. ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം അൺവൈൻഡിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം പ്രൈമർ സിന്തസൈസ് ചെയ്യുന്ന എൻസൈം ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഇവിടെ ഈ DNA ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു നിക്ക് ഉണ്ടാവും. കാരണം ഇതൊരു RNA ആണ്. ഇതെന്താണ്, അതിൻ്റെ DNA സ്ട്രാൻഡാണ്. DNA പോളിമറേസ് സിന്തസൈസ് ചെയ്ത സ്ട്രാൻഡാണ്. ഇതൊരു RNA സ്ട്രാൻഡാണ്. അപ്പോൾ ഇവിടെ അഡിനിനെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തൈമിനൊന്നും വരില്ല കേട്ടോ, യൂറാസിലേ വരുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ മാറ്റി കൊടുക്കണം അല്ലേ. അതിനെയൊക്കെ മാറ്റി കൊടുക്കുന്ന എൻസൈം ഏതാണെന്നറിയോ, DNA പോളിമറൈസ് 1 ആണ് കേട്ടോ. DNA പോളിമറൈസ് 1 ആണ്. അതിന് ആ റിപ്പയറി എൻസൈം ഉണ്ടല്ലോ, റിപ്പയറി എൻസൈമാണ് അതിനെയൊക്കെ മാറ്റി കൊടുക്കുന്നത്. എന്നിട്ട് അത് അവിടെ DNA കോൺട്രിബ്യൂട്ട് ചെയ്യും. RNA മാറ്റിയിട്ട് അവിടെ DNA ആക്കും. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് RNA. ഈ RNA മാറ്റിയിട്ട് DNA ആക്കും, DNA പോളിമറൈസ് 1. ഈ RNA മാറ്റിയിട്ട് DNA ആക്കും, DNA പോളിമറൈസ് 1. ഈ RNA മാറ്റിയിട്ടും DNA ആക്കും, DNA പോളിമറൈസ് 1. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ
ഈ DNA പുതിയതായിട്ടൊരു കഷ്ണം ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ ഇടയിലും ഇതിൻ്റെ ഈ വലിയ DNA ആദ്യം ഉണ്ടായ DNAയുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് DNA ലൈഗേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാവും. DNA ലൈഗേസ് എൻസൈം. ഈ DNA ലൈഗേസ് എൻസൈം DNAനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റിനൊക്കെ ഈ ഇഷ്ടം പോലെ എന്തുണ്ട്, നിക്കുണ്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ട് ഓരോ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡിൻ്റെ ഇടയിൽ. അപ്പോൾ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് അതിനെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് DNA ലൈഗേസ് ഒരു സിംഗിൾ DNA സ്ട്രാൻഡാക്കി മാറ്റും. അതിൻ്റെ ഇടയിലിരിക്കുന്ന RNAനെ DNA പോളിമറൈസ് 1 വന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ DNA ആക്കി മാറ്റുകയും ചെയ്യും. അതേപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, DNA റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനിൽ നിന്നാണ്. എപ്പോഴും DNA റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് പൊസിഷനിലാണ് ഈ പറയുന്ന എല്ലാ മെഷീനറിയും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ആ മെഷീനറിക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, അതാണ് അതിൻ്റെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ചെയ്യുന്ന സമയത്ത് ആ DNA ഒരു വേറൊരു വെക്ടറുമായിട്ട് റീകമ്പൈൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ. കാരണം നമ്മൾ എടുക്കുന്ന പീസ് DNA വേറൊരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ എൻജിനീയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ചുമ്മാ കൊണ്ടുവന്നിട്ട് ഒരു DNAനെ വേറൊരു ഓർഗാനിസത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചുമ്മാ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യൊന്നുമില്ല. കാരണം അത് എൻ്റയർ ക്രോമസോം ഒന്നുമില്ല, ഒരു കുഞ്ഞു കഷ്ണം DNA, അതിന് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ സ്വന്തമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ടെങ്കിലേ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് ഒരു വെക്റ്റർ മോളിക്യൂളിനെ കൊടുക്കുന്നത്. അപ്പോൾ ആ വെക്റ്റർ മോളിക്യൂളാണ് ശരിക്കും, വെക്റ്റർ മോളിക്യൂളിൻ്റെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് അവർ ശരിക്കും എന്ത് ചെയ്യുന്നത്, റിപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 2 പാരഗ്രാഫ് വായിച്ച് നോക്കിയിട്ട് നമുക്കിനി അടുത്തത് പഠിക്കാം കേട്ടോ. In addition to DNA-dependent DNA polymerase, many additional enzymes are required to complete the process of replication with a high degree of accuracy. അതായത് DNA-dependent DNA polymerase കൂടാതെ പല വേറെ എൻസൈംസും ഒക്കെ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട് വളരെ എഫിഷ്യൻസിയോടും ആക്യുറസിയോടും കൂടി DNA polymerization ചെയ്യാൻ. For long DNA molecules, since the 2 strands of DNA cannot be separated in its entire length due to very high energy requirement, the replication occurs within a small opening of the DNA helix referred to as replication fork. ഒരു എന്താ പറയുക, എൻറ്റയർ DNA ഓപ്പൺ ചെയ്തതിന് ശേഷം റിപ്ലിക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ റിപ്ലിക്കേഷൻ ഫോർക്ക് എന്നൊരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കി അവിടെ മുതൽ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ DNA-dependent DNA polymerase catalyze the polymerization only in one direction. DNA-dependent DNA polymerase only one directionലാണ് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്, അത് 5' 3' ഡയറക്ഷനിലാണ്. ദിസ് ക്രിയേറ്റ് സം അഡീഷണൽ കോംപ്ലിക്കേഷൻസ് ഇൻ ദ റിപ്ലിക്കേഷൻ ഫോർക്ക്. ഇത് ചില റിപ്ലിക്കേഷൻ ഫോർക്കിൽ പിന്നെയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. എന്താണെന്ന് വെച്ചാൽ, ഓൺ വൺ സ്ട്രാൻഡ് ദ ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി 3' 5' സ്ട്രാൻഡ് ദേ ക്യാൻ സിന്തസൈസ് ദ റിപ്ലിക്കേഷൻ ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്, വൈൽ ഓൺ ദ അതർ ദാറ്റ് ഈസ് ദ ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി 5' 3' ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. ദ ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ഫ്രാഗ്മെന്റ്സ് ആർ ലേറ്റർ ജോയിൻഡ് ബൈ ദ എൻസൈം DNA ലൈഗേസ്. അതായത് 5' 3' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന സ്ട്രാൻഡിൽ ഡയറക്റ്റായിട്ട് DNA സിന്തസിസ് നടക്കില്ല. അതായത് അവർക്ക് 3' 5' എൻഡിലേക്കേ നടക്കുള്ളൂ. അങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സ്ട്രാൻഡ്സിന് നമ്മൾ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ് അല്ലെങ്കിൽ ലാഗിങ് സ്ട്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി DNA പോളിമറൈസ് അവർ സ്വന്തമായിട്ട് ഈ പറയുന്ന പോളിമറൈസേഷൻ റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയില്ല. ആര് വേണം? പ്രൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈമും വേണം താനും. പ്രൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈം 6 7 ന്യൂക്ലിയോടൈഡ് ഉള്ള, വളരെ കുറച്ച് നമ്പർ ന്യൂക്ലിയോടൈഡ് ഉള്ള ഒരു റൈബോ ന്യൂക്ലിക് ആസിഡിനെ അതിൻ്റെ 5' എൻഡിൽ നിന്ന് സിന്തസൈസ് ചെയ്തു തുടങ്ങും. അതായത് 3' എൻഡ് ഓഫ് ദ ടെംപ്ലേറ്റിനെ യൂസ് ചെയ്ത് 5' എൻഡിൽ നിന്ന് അതിൻ്റെ ഇതിനെ സിന്തസൈസ്, അതായത് ഒരു RNA മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്ത് തുടങ്ങും. ഈ RNA സ്ട്രാൻഡിനെയാണ് DNA പോളിമറൈസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതാണ് ഓൾസോ ദ റിപ്ലിക്കേഷൻ ഡസ് നോട്ട് ഇനീഷ്യേറ്റ് റാൻഡംലി അറ്റ് എനി പ്ലേസ് ഇൻ DNA. The DNA polymerase on their own cannot initiate the process of replication എന്ന് പറയാനുള്ള കാരണം കേട്ടോ. അതായത് അവർക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റില്ല. പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം പ്രൈമർ ഉണ്ടാക്കി കഴിയുമ്പോൾ പ്രൈമറിനെ എക്സ്റ്റെൻഡ് ചെയ്യാനേ കഴിയുള്ളൂ. ഞാൻ ആ ഡയഗ്രാം കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ, അത് തന്നെ. ഇനി
റിപ്ലിക്കേഷൻ ഡസ് നോട്ട് ഇനീഷ്യേറ്റ് റാൻഡംലി അറ്റ് എനി പ്ലേസ് ഇൻ DNA. ചുമ്മാ അങ്ങനെ അവിടെ ഇവിടെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതല്ല റിപ്ലിക്കേഷൻ വിൽ ബി ഇനീഷ്യേറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. ദർ ഈസ് എ ഡെഫിനിറ്റ് റീജിയൻ ഇൻ ഈക്വലൈ DNA where the replication originated. Such region are termed as origin of replication. അതുപോലെ തന്നെയാണ് നമ്മൾ അങ്ങനെയുള്ള ആ ഒരു ഇതിനെയാണ് സൈറ്റിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ്റെ ആവശ്യകത ഒരു DNA പീസിൽ ഉള്ളത് കൊണ്ടാണ് റീകോമ്പിനൻറ്റ് DNA പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഒരു വെക്ടറിനെ ആവശ്യമായിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെക്ടർ ഇറ്റ് പ്രൊവൈഡ് ദ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. ബിക്കോസ് ഓഫ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ദാറ്റ് എ പീസ് ഓഫ് DNA ഇഫ് നീഡഡ് ടു ബി പ്രൊപ്പഗേറ്റ് ഡ്യൂറിംഗ് റീകോമ്പിനൻറ്റ് DNA പ്രൊസീജിയേഴ്സ് റിക്വയർ എ വെക്ടർ. ദ വെക്ടർ പ്രൊവൈഡ് ദ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ കേട്ടോ. അപ്പോൾ DNA റിപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ഇനി അതിൻ്റെ DNA റിപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ വളരെ കൃത്യമായിട്ടൊന്നും അറിയില്ല എങ്കിൽ കൂടി യൂക്കാരിയോട്ടിൻ്റെ കേസിൽ DNA റിപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രോസസ്സ് വളരെ കൃത്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ കൂടി ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഈ DNA റിപ്ലിക്കേഷൻ യൂക്കാരിയോട്സിൽ നടക്കുന്ന സിന്തറ്റിക് ഫേസിലാണ്. പക്ഷേ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിലെ DNA റിപ്ലിക്കേഷൻ സിന്തറ്റിക് ഫേസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ഫേസ് ഒന്നും ഇല്ല കേട്ടോ. സെൽ സൈക്കിളിൽ DNA റിപ്ലിക്കേഷൻ സെൽ സൈക്കിൾ സിന്തറ്റിക് ഫേസിൽ അല്ലെങ്കിൽ എസ് ഫേസിലാണ് യൂക്കാരിയോട്സിൽ നടക്കുന്നത് കേട്ടോ. ഈ DNA റിപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെൽ ഡിവിഷൻ നടക്കും. അതായത് സെൽ ഡിവിഷൻ സെൽ സൈക്കിളിനോട് അസോസിയേറ്റ് ആയിട്ടാണ് ഈ DNA റിപ്ലിക്കേഷൻ നടക്കുക. സെൽ ഡിവിഷൻ DNA റിപ്ലിക്കേഷൻ നടന്നതിന് ശേഷം നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് പോളിപ്ലോയിഡിക്ക് അല്ലെങ്കിൽ ക്രോമസോമൽ അനോമലി അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റിക്ക് കാരണമാവും കേട്ടോ. ഇനി നമ്മൾ എന്താ പറയുക ഹയർ ക്ലാസ്സസിലൊക്കെ പഠിക്കുന്നുണ്ട് ഈ പറയുന്ന ഒറിജിൻ്റെ നേച്ചർ എങ്ങനെയാണ്, എന്തൊക്കെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും മതി. സി ഹിയർ ഫർദർ നോട്ട് എവറി ഡീറ്റെയിൽ ഓഫ് റിപ്ലിക്കേഷൻ ഇസ് അണ്ടർസ്റ്റുഡ് വെൽ. ഇൻ യൂക്കാരിയോട്ട് ദ റിപ്ലിക്കേഷൻ ഓഫ് DNA ടേക്ക് പ്ലേസ് അറ്റ് സിന്തറ്റിക് ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ. ദ റിപ്ലിക്കേഷൻ ഓഫ് DNA ആൻഡ് സെൽ ഡിവിഷൻ സൈക്കിൾ ഷുഡ് ബി ഹൈലി കോർഡിനേറ്റഡ്. എ ഫെയിലിയർ ഇൻ സെൽ ഡിവിഷൻ ആഫ്റ്റർ DNA replication results into polyploidy, a chromosomal anomaly. You will learn the detailed nature of origin and the processes occurring at this site in higher classes. ഓക്കെ, അപ്പോൾ ഇത്രയും മതി നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് ആ എൻസൈംസ് ഒന്നും കൂടെ ഞാനൊന്ന് ആ എൻസൈംസ് മാത്രം ഇവിടുന്ന് എഴുതി തരാം കേട്ടോ. മേജർ എൻസൈംസ് DNA റിപ്ലിക്കേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന DNA ഹെലിക്കേസ് അൺവൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. DNA പ്രൈമേസ് പ്രൈമർ ഫോർമേഷന് വേണ്ടിയിട്ടാണ്. DNA പോളിമറേസ് 1, 2, 3 പ്രൈമറിനെ നമുക്ക് സ്റ്റാർട്ടർ DNA എന്നും പറയാം കേട്ടോ. പ്രൈമറിനെ നമുക്ക് സ്റ്റാർട്ടർ DNA എന്നും റെപ്രസെന്റ് ചെയ്യാം. പ്രൈമർ ഓർ സ്റ്റാർട്ടർ DNA. പിന്നെ DNA പോളിമറേസ് 1, 2, 3 അതിനകത്ത് 3 ആണ് മേജർ. 1 and 2 റിപ്പയറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ DNA ലൈഗേസ് ഇത്രയാണ്. DNA ലൈഗേസ് DNA സ്ട്രാൻഡ്സിന് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഉണ്ടാക്കുന്നതാണ് DNA ലൈഗേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഇത്രയേ ഉള്ളൂ DNA റിപ്ലിക്കേഷനും അതിൻ്റെ മെഷീനറിയും എൻസൈംസും ഒക്കെ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ട്രാൻസ്ക്രിപ്ഷനാണ് പഠിക്കേണ്ടത്.